പ്രഗൽഭനായ പണ്ഡിതനാണ് അല്ലാമ ഫത്ഹുൽ മൗസിലി റഹ്മത്തുള്ളാഹി അലൈഹി. ഹജ്ജിന് പോകുമ്പോൾ മരുഭൂമിയിൽ എവിടെയോ വെച്ചൊരു പിഞ്ചുബാലൻ ഹജ്ജിന് പുറപ്പെടുന്നത് കാണുന്നു. ഇളം കാലുകളാൽ 4-5 വയസ്സുള്ള കുഞ്ഞുമോൻ ചോദിച്ചു, ഫത്ഹുൽ മൗസിലി, എവിടേക്കാണ് മോനെ നീ പോകുന്നത്? സിഫത്തുൽ ഔലിയായിൽ സംഭവം സാഹിബുൽ കിതാബ് അല്ലിഫർ ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് മോനെ നീ പോകുന്നത്? ഞാൻ ഹജ്ജിന് പോവുകയാണ് ഇലാ ബൈതി റബ്ബി, എന്റെ റബ്ബിന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു പിഞ്ചുകുട്ടി നടന്നാ പോകുന്നത് ഹജ്ജിന്. ഒന്നുമില്ല കുഞ്ഞിന്റെ കയ്യില്, നടന്നു പോവാണ്. മഹാൻ ചോദിച്ചു, മോനെ, ഹജ്ജ് നിർബന്ധമല്ലാത്ത പിഞ്ചുമോനെ, നിങ്ങൾ എന്തിനാണ് ഹജ്ജിന് പുറപ്പെട്ടത്? പറഞ്ഞു, ശൈഖ് അവറുകളെ, പ്രായമുള്ളതാണ് ഫത്ഹുൽ മൗസിലി, എന്നെക്കാളും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ മരിച്ചുപോയത് ഞാൻ കണ്ടു. എനിക്ക് മരണം വരുമോ? അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഭവനമൊന്ന് കാണണ്ടയോ? അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് പുറപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായത് ചെയ്തു വരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. കഅബയോടൊരു സ്നേഹം. കുഞ്ഞു പറയാ, എന്നെക്കാളും കൊച്ചുപ്രായമുള്ള മക്കൾ മരിച്ചുപോയത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് പുറപ്പെട്ടത്. പറഞ്ഞു, മോനെ, നിന്റെ കാൽവെപ്പുകൾ ചെറുതാണല്ലോ മോനെ, ചെറിയ ഇളം കാലുകൾ കൊണ്ട് ഒരുപാട് ദൂരം നടക്കാൻ കുഞ്ഞിനെ കൊണ്ട് കഴിയില്ലല്ലോ, കൊച്ചു കാലല്ലേ മോന്റേത്. അപ്പൊ പറഞ്ഞു, കാലെടുത്ത് വെക്കലാണ് എന്റെ ഡ്യൂട്ടി, എന്നവിടേക്ക് എത്തിക്കല് അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അള്ളാഹു വഴി എളുപ്പമാക്കുമെന്നല്ലേ പറഞ്ഞത്. കാല് ചെറുതായിക്കോട്ടെ, ഇന്ന് അള്ളാഹു എത്തിച്ചു തരുമല്ലോ. മോനെ, നിന്റെ കയ്യിൽ ഹജ്ജിന്റെ ഈ ദീർഘമായ യാത്രയിൽ 100കണക്കിന് 1000ഓളം കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഭക്ഷണമില്ലല്ലോ മോനെ നിന്റെ കയ്യില്. നിനക്ക് ബാക്ക് പാക്ക് ഇല്ലല്ലോ, കയ്യിൽ ഭക്ഷണമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉപ്പാ എന്ന് പറഞ്ഞ് ആ പ്രായമുള്ള മഹാനായ ഫത്ഹുൽ മൗസിലിയോട് പറഞ്ഞു, ആരുടെ കുഞ്ഞാണാവോ ഇത്? ഏത് ഉമ്മയുടെ, ഏത് പുണ്യം ചെയ്ത ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച മോനാണിതെന്ന് ചരിത്രത്തിനറിയില്ല. കുഞ്ഞിന്റെ വാപ്പാരാന്നും അറിയില്ല. ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടു. ഫത്ഹുൽ മൗസിലി ഹജ്ജിന്റെ യാത്രയിൽ കണ്ട ചരിത്രം. കുട്ടി പറഞ്ഞു, സാദി ഫീ ഖൽബി അൽ യഖീൻ, എന്റെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറപ്പുണ്ട്. അള്ളാഹു ആണ് ഭക്ഷണം നൽകുന്നത്, അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകുമെന്ന ഉറപ്പിലാണ് ഞാൻ പോകുന്നത്. അത് തന്നെയാണ് എന്റെ ഭക്ഷണം. പറഞ്ഞു, മോനെ, ഞാൻ അതല്ല പറഞ്ഞത്, റൊട്ടി വേണ്ടേ, വെള്ളം വേണ്ടേ മോന്റെ കയ്യില്? ആ ഭക്ഷണം എവിടെ? എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? കുട്ടി ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഫത്ഹുൽ മൗസിലി, മൗസിലികാരനായ ഇറാഖുകാരനായ പണ്ഡിതനാണ് ഫത്ഹുൽ മൗസിലി. എന്റെ പേര് ഫത്ഹാൻ. എന്റെ കയ്യിൽ ഭക്ഷണമില്ലാത്തത് ചോദിച്ചപ്പോ നിങ്ങളുടെ പേരെന്താ ചോദിച്ചു. യാ ഫത്ഹു അസ്അലുക ഫത്ഹുൽ മൗസിലി, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ആ ചോദിക്കും മോനെ. നിങ്ങൾ ആരെങ്കിലും ഒരാള് വിരുന്നിന് വിളിച്ചാൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കരുതിയിട്ടാണോ പോകുന്നത്? അതല്ല വിരുന്നുകാരുടെ വീട്ടിലെത്തിയിട്ട് അവരാണോ ഭക്ഷണം നൽകുന്നത്? അവരെന്നെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം തന്നു എന്ന് അല്ല വിളിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അള്ളാഹു വിളിച്ചു വരുത്തിയിട്ട് റബ്ബ് ഭക്ഷണം തരില്ല എന്ന് വിചാരിക്കുന്നത് പോലും തെറ്റല്ലയോ? ഒരു കുട്ടിന്റെ ഈമാനാണ് റബ്ബേ. ഇതൊക്കെ നമ്മുടെ കൽബിൽ അതിന് അംശം കിട്ടിയെങ്കിൽ എന്റെ റബ്ബെന്നെ വിളിച്ചിരിക്കുന്നു. ഫഇന്ന മൗലായ ദഅാനി, എന്റെ മൗലയായ അല്ലാഹു എന്നെ വിളിച്ചിരിക്കുകയാണ്. ഫഹുവ യുത്ഇമുനി വയസ്ഖീനി, അവൻ എനിക്ക് ഭക്ഷണം നൽകുമല്ലോ, അവൻ എനിക്ക് വെള്ളം തരും. എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഫത്ഹുൽ മൗസിലി പറഞ്ഞു, ആ കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ അത്ഭുതം ജീവിതത്തിൽ ഇന്നും എനിക്ക് മാറിയിട്ടില്ല. ഒരു പിഞ്ചു പൈതൽ ഹജ്ജിന് നടന്നു വന്നത്. അങ്ങനത്തെ ഈമാനുള്ള മക്കൾ.